കോഴിക്കോട് ബീച്ച് ആശുപത്രി കോമ്പൗണ്ടിലെ തകർന്ന റോഡിൽ വെള്ളക്കെട്ട് കൂടിയായതോടെ രോഗികളുടെ ദുരിതം ഇരട്ടിയായി. റോഡ് തകർന്നിട്ട് വർഷങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണിക്ക് ഒരു നടപടിയുമില്ല. ദിവസവും 1500-ലേറെ രോഗികൾ ബീച്ച് ആശുപത്രിയിലെ ഒപിയിൽ മാത്രം ചികിത്സയ്ക്കെത്തുന്നുണ്ട്. നൂറുകണക്കിന് രോഗികൾ ദിവസവും വരുന്ന കോഴിക്കോട് ബീച്ച് ആശുപത്രി കോമ്പൗണ്ടിലെ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടത്. 7 വർഷത്തോളമായി റോഡ് പൂർണ്ണമായി പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന അവസ്ഥയിലാണ്. മഴക്കാലം കൂടിയാകുന്നതോടുകൂടി റോഡ് മുഴുവൻ ചെളിക്കളമാകുന്ന സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഈ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രം 1500-ലേറെ രോഗികൾ ദിവസവും ഈ വഴിയാണ് കടന്നു പോകുന്നത് എന്നതുകൂടി ഇതിൻ്റെ ഗൗരവം കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാനീ ചാടിക്കടക്കുന്നത് നേരത്തെ ടാറിട്ട റോഡിലാണ്. ഈ റോഡിലൂടെയാണ് പാവപ്പെട്ട രോഗികളും ഇതുപോലെ ചാടിക്കടന്ന് പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഈ രോഗികളുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് തേടാം. ഇങ്ങനത്തെ റോട്ടുമിലേക്ക് വന്നാൽ വീണ് കയ്യും കാലും ഒടിഞ്ഞ് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യണ്ടേ? ആൾക്കാരെ എല്ലാം അഡ്മിറ്റ് ചെയ്യല്ലേ വേണ്ടേ, ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആയിക്കൂടെ. എത്ര രോഗികളാണ് വരുന്നത് നമ്മളെ പോലുള്ളവർക്ക്. അല്ലെങ്കിലേ മുട്ടുകാലില്ല, പോരാത്തത് ഇങ്ങനെയും കൂടെ ആയാൽ ശരിയായിപ്പോയി. എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടായിട്ട് തന്നെ അല്ല ഇത്. ഈ അവസ്ഥയിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഇൻഫെക്ഷൻ ഒക്കെ വരൂല ഈ വെള്ളത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്നു പോന്നിട്ട്. ആശുപത്രിയിൽ രോഗം മാറാൻ വേണ്ടി വരുന്നതാണ്, പക്ഷെ പുതിയ രോഗിയായിട്ട് പോകേണ്ട അവസ്ഥയാണോ? പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ ഈ കാഴ്ച കാണുന്നത്. ഇത് എത്ര കാലം ഇത് ഇങ്ങനെ കെടുക്കണ ഇവിടെ. ഇതിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകുന്നുണ്ട്. ആഴം എത്ര ഉണ്ടെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു ഭാഗത്ത് ചേരുന്ന കാലി ചവിട്ടാനും കഴിയില്ലല്ലോ. അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാണ്. ഒത്തിരി വർഷങ്ങളായി ഇങ്ങോട്ട് നിൽക്കുകയാണ്. പിന്നാണ് മഴക്കാലം കൂടിയാണല്ലോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര ഉണ്ടെന്നുള്ളത് ആരും പറയാതെ തന്നെ ഇവർക്കൊക്കെ അറിയാം. പിന്നെ ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇതിങ്ങനെ പോവുള്ളൂ. വരുന്ന അസുഖമായിട്ട് നമ്മൾ കാണിക്കാൻ വരുന്നത്. അപ്പം ഇനി ഇവിടുന്ന് എന്തെങ്കിലും വീണ് പറ്റിയിട്ടുള്ള അതുകൂടി ഇവിടെ കൊണ്ടുപോയി കാണിക്കാൻ സർക്കാരിൻ്റെ അനാസ്ഥ തന്നെ. അല്ലാണ്ട് വില പൈപ്പത്ത് റുപ്യ വില വാങ്ങിക്കുന്നു OP ടിക്കറ്റിന്. ഇത് മറ്റേ ഈ ആശുപത്രി വികസന ഇതിനല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും പോലും ചെയ്യുന്നതല്ല. ഞാളിന്ന് രാവിലെ വെള്ളത്തിൽ മുങ്ങി അവിടെ കയറിക്കുന്നത് നിന്ന് വിറയ്ക്കുക. ക്യൂ ഇങ്ങ് എത്തിപ്പോയി, കൂടെ ലൈനിൽ എത്തിപ്പോയി. വെള്ളത്തിൽ ഈ വെള്ളത്തിലേക്ക് ക്യൂ എത്തിപ്പോയി, ഇവിടെ എത്തിപ്പോയി. കാലം സുഖമല്ലേ, അതുകൊണ്ടൊക്കെ വേഗം നടക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ പോകണം. ചാടിക്കടന്ന് പോകണം അല്ലേ? ചാടിക്കിടന്ന് പതുക്കെ ഒഴും കാലിൽ കമ്പി ഇട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ. വെള്ളം മേലെ തെറിക്കുക. ഒരു വണ്ടിയാണ് പാസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആളുകളുടെ മേലേക്ക് വെള്ളം തെറിക്കുന്ന ഒരവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റും. MLA ഫണ്ട് ഇതിനുണ്ടായിരുന്നു. ആ ഫണ്ട് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷം, അത് സാങ്കേതികമായ കാരണങ്ങളാണ് അതിന് പറയുന്നതെങ്കിൽ കൂടി ഇപ്പോൾ ഈ റോഡ് നവീകരിക്കാനുള്ള ഒരു ഫണ്ടില്ല എന്ന പ്രതിസന്ധി കൂടി നിലനിൽക്കുകയാണ്. സാധാരണക്കാരെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഈ രോഗികൾ ഓരോരുത്തരും ഉന്നയിക്കുക കൂടിയാണ്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.